അപ്പൊ ആ ഒരു പയ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കൗമാരക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ടൊവിനോ തോമസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതെനിക്ക് പറയാലോ. അതെ, ഇപ്പൊ ഞാൻ സുരഭിയുടെ കൂടെ ആൽബം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ആൽബത്തിൽ ഞാൻ നായകനും സുരഭി ലക്ഷ്മി നായികയാണ്. നാളെ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് പറയാലോ സുരഭിനെ നായികയായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സൗഹൃദ സംഭാഷണത്തിൽ എപ്പോഴെങ്കിലും ടൊവിനോയുടെ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് എങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഇപ്പോഴും ആളെ കാണാറുണ്ട്. ഇതുപോലെ എത്ര തിരക്കിലാണെങ്കിലും ചില്ലുതാഴ്ത്തി വന്ന് ഷെയ്ക്കിൻ്റെയൊക്കെ തരാറുണ്ട്. മിനിഞ്ഞാന്ന് വരെ ഒരു കടയിൽ നിന്ന് ബിരിയാണി മേടിച്ചിറങ്ങുമ്പോൾ ആളെ കാറ് പോകുന്നുണ്ട്. ഞാൻ കൗതുകത്തോടുകൂടി കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളെവിടെയും എത്തിപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല, ഇപ്പൊ ആ ഒരു ആഡിൽ തന്നെ പിന്നെ നായകനായിട്ട് പോകേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ ടൊവിനോ വന്നു പകരക്കാരനായിട്ട്. ഇന്ന് ടൊവിനോ വലിയൊരു സ്റ്റാറായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു സങ്കടം, അങ്ങനെ നമ്മൾ എത്തിയില്ലല്ലോ, അന്ന് ഞാൻ അതിൽ അഭിനയിച്ചിരുന്നു. അല്ലല്ല, ഞാൻ പറയട്ടെ, അത് ടൊവിനോ ഇപ്പൊ ആ പരസ്യം ചെയ്തുകൊണ്ട് മാത്രം സ്റ്റാറായ ആളല്ലോ. ആൾ എത്രയോ വർക്ക് ചെയ്തു. പക്ഷെ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ചവിട്ടുകൂടിയാണല്ലോ. സാധാ പോലീസ് കോൺസ്റ്റബിൾ ആവണം, SI ആവണം, DIG ആവണം. ഓരോന്നും ഓരോ സ്റ്റാറുകളാണ്, ഓരോ വർക്കും. അപ്പൊ അന്ന് അത് അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടു, എനിക്ക് ഉപകാരപ്പെട്ടില്ല.